ജൂലൈ 7 ചോക്ലേറ്റ് ഡേ. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് കൊണ്ടുള്ള ഒരു പ്രത്യേക വിഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ചോക്കോ ആൽമണ്ട് പേസ്ട്രി തുടങ്ങാം. അപ്പോൾ ഈ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ സ്പഞ്ച് റെഡിയാക്കി വെക്കണം. സ്പഞ്ച് ഇതിൽ നമ്മൾ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഡിക്കേഷൻ ആഡ് ചെയ്യും. ഇതെന്താണ് സാധനം ശരിക്കും? ഇത് കോഫി പൗഡറിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യും. നിങ്ങൾ ശരിക്കും ചെറുപ്പത്തിലൊക്കെ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമോ? സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോഴൊക്കെ ഇഷ്ടമാണ്? ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ സാധനം? ഇത് ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു ക്രീമാണ്, ചോക്ലേറ്റ് ക്രീം. ഇതിങ്ങനെ തിക്കായിട്ട് ചെയ്യണം? തിക്കായിട്ട് മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വെറൈറ്റി ഒക്കെ ഉണ്ട് ചോക്ലേറ്റ് എന്നൊക്കെ മനസ്സിലാകുന്നത്. അതെ, സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ കടയിൽ 1-2 ഐറ്റംസ് ഒക്കെ അല്ലേ വാങ്ങിക്കുന്നത്. അടുത്ത് ഇതിപ്പോ നമ്മൾ 3 സ്പഞ്ചായിട്ട് യൂസ് ചെയ്യും. ഇതിപ്പോ ഒരു ലെയർ കഴിഞ്ഞു. ഇനി സെയിം മെത്തേഡ് തന്നെ ചെയ്തോണ്ട് ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഇതിന്റെ ടേസ്റ്റ് നിൽക്കുന്നത് അല്ലേ? അതെ. സാധാരണ യൂസ് ചെയ്യുക ഷുഗർ സിറപ്പാണ്. ഇത് കോഫി ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ കൂടുതൽ ചോക്ലേറ്റിന്റെ ഫ്ലേവർ ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ആൾക്കാരുടെ ഒരു എനിക്ക് തോന്നുന്നു നല്ല സ്നാക്സ് ആയിട്ടൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഡെസേർട്ട് ആയിട്ട്. അടുത്ത് ഈ ഒരു സോസ് ഒഴിക്കാം. ചോക്ലേറ്റ് സോസ് അല്ലേ? ശരിക്കും മെൽറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഇനി ഇത് നമ്മൾ സ്ലൈസ് ചെയ്യും. ഇതിപ്പോ എത്ര സ്ലൈസ് ഉണ്ട്? 2 സ്ലൈസ്. 2 പീസാക്കി സ്ലൈസ് ചെയ്തു. ഇനി ഗാർണിഷ് ചെയ്യാം. ഈ ഡിസൈൻ ആണല്ലോ സാധാരണ ഇതിലുള്ള വേറെ ഡിസൈൻ അല്ല, നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതായാലും ഇത് ഗംഭീരമായിട്ടുണ്ട്. ഇതേ കൊണ്ടുപോയിക്കോട്ടെ എന്നാലും. അപ്പോൾ അരുൺ, ജസ്റ്റിൻ, ഇതാണ് നമ്മുടെ വളരെ ഡിലീഷ്യസ് ആയ ചോക്കോ ആൽമണ്ട് പേസ്ട്രി. അപ്പോൾ വീണ്ടും ഒരു ചോക്ലേറ്റ് ദിന ആശംസകൾ.